ദയാറാമിന് 2 ആൺമക്കളുണ്ടായിരുന്നു, കുശാലും ലക്കനും. ദയാറാം ജീവിതകാലം മുഴുവനും പാല് വിറ്റാണ് 2 മക്കളെയും പോറ്റിയത്. പക്ഷേ കല്യാണത്തിനു ശേഷം 2 മക്കളും ഭാര്യമാരുടെ താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരുന്നു. അച്ഛാ, ഞാൻ സിറ്റിയിൽ പോയി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എന്തിന്? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ജീവിതത്തിൽ ഞാൻ കുറച്ചുകൂടി മുന്നേറാനുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്നാൽ അത് നടക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ സിറ്റിയിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു. ശരി മോനെ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുശാൽ തന്റെ ഭാര്യയോടൊത്ത് പട്ടണത്തിലേക്ക് പോയി. ദയാറാം തന്റെ ഇളയ മകന്റെയും അവന്റെ ഭാര്യയുടെയും കൂടെ ജീവിച്ചു. എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നു. താമസിയാതെ ലക്കനും അവന്റെ ഭാര്യയ്ക്കും പട്ടണത്തിലേക്ക് പോകണം എന്ന ആഗ്രഹം തോന്നി. ചേട്ടനെ പോലെ തന്നെ എനിക്ക് സിറ്റിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഇങ്ങോട്ട് നോക്കൂ മോനെ, ഒരുപക്ഷെ നീയും കൂടി പോവുകയാണെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ലേ മോനെ? എന്നാലൊരു കാര്യം ചെയ്യ്, അച്ഛനും എന്റെ കൂടെ പോരെ. ദയാറാം കുറച്ചു സമയം ചിന്തിച്ചു. എന്നാ ശരി മോനെ, വാ പോകാം. ദയാറാം ഇളയ മകൻ ലക്കന്റെ കൂടെ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. നഗരത്തിന്റെ പൊലിമയും ആഡംബരവും ലക്കനെയും അവന്റെ ഭാര്യയെയും വളരെയധികം ആകർഷിച്ചു. പക്ഷെ ദയാറാമിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കുറച്ചു ദിവസം പട്ടണത്തിൽ താമസിച്ച ശേഷം ദയാറാം തന്റെ മകനോട് സംസാരിച്ചു. ഈ സിറ്റിയേക്കാളും നമ്മുടെ ഗ്രാമം എത്ര നല്ലതാ മോനെ. അച്ഛാ, അച്ഛനിവിടെ വന്നിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ. അച്ഛൻ നോക്കിക്കോ, കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ഏരിയ അച്ഛനും ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഈ ഏരിയയെ പറ്റിയൊന്നും എനിക്കറിയില്ല മോനെ. പക്ഷെ ഇവിടുത്തെ കാറ്റടിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. ഞാൻ തിരിച്ചെന്റെ ഗ്രാമത്തിലേക്ക് തന്നെ പോകാന്ന് വിചാരിക്കുകയാണ്. അച്ഛന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷേ ഞാനിവിടുന്ന് വരുന്നില്ല. ഇനിയുള്ള ജീവിതം ഇനി ഇവിടെയാണ്. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയിക്കോളാം. പക്ഷെ അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് അവിടെ ജീവിക്കുക? അച്ഛന്റെ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ എങ്ങനെ നടക്കുക? നീ അതൊന്നോർത്ത് വിഷമിക്കേണ്ട മോനെ. ഇത്രയും നാളും ഞാൻ ആ ഗ്രാമത്തിൽ തന്നെയല്ലേ ജീവിച്ചിരുന്നത്. എന്നെ നോക്കാൻ എനിക്കറിയാം മോനെ. നീ നിന്റെ ആഹാരകാര്യങ്ങളുമെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. സന്തോഷമായി ജീവിക്ക്. എപ്പോഴും സന്തോഷമായി സുഖമായി ജീവിക്കട്ടെ. മകൻ ലക്കനോടും അവന്റെ ഭാര്യയോടും യാത്ര പറഞ്ഞ് ദയാറാം ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അയാൾ വീട്ടിലെത്തിയപ്പോൾ ആരുമില്ലാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. വീട് നിശബ്ദമായിരുന്നു. അയാൾ സ്വയം ആഹാരം പാചകം ചെയ്തു. സമയം ചിലവഴിക്കാനായി ഗ്രാമത്തിലുള്ളവരുമായി ആൽത്തറയിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. എന്തു പറ്റി ദയ? നീ എന്തിനാ സിറ്റി പോയേ? ഞാൻ വിചാരിച്ചു നീ അവിടെയാ ജീവിക്കാന്ന്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ആ സിറ്റിയിലെ കാറ്റുണ്ടല്ലോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ തിരക്കും പിന്നെ അന്തരീക്ഷവും ഒന്നും തന്നെ എനിക്കിഷ്ടമായില്ല. പക്ഷെ ഇവിടെ നീ ഒറ്റയ്ക്കായി പോവില്ലേ? ആ കാര്യം സത്യം തന്നെയാണ്. അതിനെപ്പറ്റിയാ ഞാനും ആലോചിക്കുന്നേ. ഞാൻ എന്റെ പാൽ കച്ചവടം വീണ്ടും ഒന്ന് തുടങ്ങിയാലോന്നാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്കാണെന്ന തോന്നല് ഉണ്ടാവുകയില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ, വാ പോകാം. നിനക്ക് വേണ്ടി 2 എരുമകളെ വാങ്ങിക്കാം. ഞാനും നിന്നെ കുറച്ചൊക്കെ സഹായിക്കാം. ദയാറാമും രാമചന്ദ്രനും എരുമകളെ വാങ്ങിക്കാനായി പോയി. ദയാറാമിന് ചന്തയിൽ 3 കറുത്ത എരുമകളെ ഇഷ്ടപ്പെട്ടു. അയാൾ ആ 3 എരുമകളെയും വാങ്ങി. 3 എരുമകൾ മതിയാവില്ലേ? ഓ, ഇത് തന്നെ ധാരാളം. ദയാറാമും രാമചന്ദ്രനും ആ 3 എരുമകളെയും ദയാറാമിന്റെ വീട്ടിന്റെ പുറത്തൊരാലയിലാക്കി. അടുത്ത പ്രഭാതത്തിൽ രാമചന്ദ്രൻ പാല് കറക്കാൻ എത്തി. അയാൾ പാല് കറക്കാൻ ആരംഭിച്ചു. അയാളുടെ പാത്രം പെട്ടെന്ന് നിറഞ്ഞു. അയാൾ അടുത്ത ബക്കറ്റും വെച്ചു. അതും നിറഞ്ഞു. പിന്നെ 3. അങ്ങനെ ഓരോന്നായി അവർ 15 മുതൽ 17 ബക്കറ്റ് പാലെടുത്തു. എന്താ ഇത്? ഇത് പാൽ നദിയാണല്ലോ. പാലിന്റെ ഒഴുക്കാണല്ലോ. ദാ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ 1 എരുമയെ മാത്രമേ കറന്നിട്ടുള്ളൂ. ബാക്കി 2 എണ്ണത്തിനെ കറക്കാനുണ്ട്. ദയാറാം ബക്കറ്റിലുണ്ടായിരുന്ന പാല് മുഴുവനും 2 കാനുകളിലായി നിറച്ചു. അയാൾ പാൽ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ രാമചന്ദ്രൻ വീണ്ടും പാല് കറന്നുകൊണ്ടിരുന്നു. ഈ വാർത്ത ആ ഗ്രാമം മുഴുവനും പരന്നു. പിന്നീട് ഏതോ ഒരു ന്യൂസ് ചാനൽ ദയാറാമിന്റെയും രാമചന്ദ്രന്റെയും അടുത്ത് ഇന്റർവ്യൂ എടുക്കാനായി എത്തി. ഇതെങ്ങനെയാണ് സാർ സംഭവിച്ചത്? ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന്
ഞങ്ങൾക്കും എത്തും പിടിയും ഒന്നുമില്ല. ഈ 3 എരുമകളെയും ഇന്നലെയാണ് ഞങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നേ. ഇപ്പൊ കണ്ടില്ലേ, ഈ 3 എരുമകളും പാല് നദി പോലെയല്ലേ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നേ. ഞങ്ങൾ രണ്ടുപേരും പാല് കറന്ന് കറന്ന് മടുത്തു. പക്ഷെ ഇതുങ്ങള് പാല് ചുരത്തിക്കൊണ്ടേയിരിക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എരുമകളാണ് പാല് ചുരത്തിക്കൊണ്ടിരിക്കുന്നത്. ദയാറാമിന്റെയും രാംപ്രസാദിന്റെയും ഈ എരുമകൾ അത്ഭുതം തന്നെയാണ്. സർ, നിങ്ങൾ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ എരുമകളുടെ പാല് കറക്കാന് ഒരു മെഷീൻ വെച്ചാലെന്നാണ് ആലോചിക്കുന്നത്. നിങ്ങളിത് കേട്ടില്ലേ? രാംപ്രസാദും ദയാറാമും പാൽ കറക്കാൻ വേണ്ടി മെഷീൻ വെക്കുകയാണ്. ഇവര് രണ്ടുപേരും പാൽ കറന്ന് കറന്ന് ടയർഡായിരിക്കുകയാണ്. ഈ വാർത്ത പെട്ടെന്ന് എല്ലായിടത്തും പരന്നു. വളരെ ദൂരെ നിന്ന് 3 പേർ ഈ എരുമകളെ കാണാൻ അവിടെ എത്തി. രാമചന്ദ്രനും ദയാറാമും വളരെ ഫേമസ് ആയി. ദയാറാമിന്റെ 2 മക്കളും ഈ വാർത്ത കേട്ടു. അവർ ഉടനെ ഫോൺ ചെയ്തു. ചേട്ടാ, അച്ഛന്റെ എരുമകളെ കുറിച്ച് ചേട്ടൻ കേട്ടിരുന്നോ? ആ, കേട്ടിരുന്നു. പാലിന്റെ ഒഴുക്കാണെന്നാ കേട്ടെ. പാലിന്റെ ഒഴുക്ക് മാത്രമല്ല, പണത്തിന്റെ ഒഴുക്കും കൂടിയാണ്. ഞാനിപ്പോ ഭാര്യയും കൂട്ടി ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയാലെന്നാ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഈ സിറ്റിയിൽ ജോലി ചെയ്ത് ചെയ്ത് ഞാൻ ആകെ മടുത്തിരിക്കുക. അവിടെ പോയി സമാധാനമായി ജീവിക്കാം. ഞാനും അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുന്നേ. അടുത്ത ദിവസം 2 മക്കളും ഭാര്യമാരെയും കൂട്ടി ദയാറാമിന്റെ വീട്ടിലെത്തി. എന്താ, എന്തുപറ്റി? നിങ്ങൾ എല്ലാവരും തിരിച്ചു വന്നോ? സിറ്റിയിൽ ജീവിച്ച് നിങ്ങൾ മടുത്തോ? അത് അച്ഛാ, അച്ഛന്റെ ഓർമ്മ ഞങ്ങളിവിടെ എത്തിച്ചേ. അതെ അച്ഛാ, അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഈ എരുമകളെ നോക്കി ഇവിടെ കഴിയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നേ. എന്തായാലും നന്നായി. ഞാനും പാല് കറന്ന് കറന്ന് മടുത്തിരിക്കുമായിരുന്നു. പോരാത്തതിന് മെഷീൻകാരനും വന്നിട്ടുണ്ട്. അവനിപ്പോ മെഷീൻ ഫിറ്റ് ചെയ്യും. വളരെ നല്ലത്. ഇനി മുതൽ ഈ 3 എരുമകളെയും ഞങ്ങൾ നോക്കിക്കോളാം. ശരി മക്കളെ, ഈ 3 എരുമകളെയും ഇനി നിങ്ങൾ നോക്കിക്കോ. ഞാനും രാമചന്ദ്രനും ശരിക്കും മടുത്തിരിക്കുക. അത്ഭുതസിദ്ധിയുള്ള 3 എരുമകൾ കാരണം ലക്കനും കുശനും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ കാലത്ത് വളർന്ന മക്കൾ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചു വിട്ടിട്ട് പോകുന്നു. പക്ഷെ ഇന്ന് അത്ഭുതസിദ്ധിയുള്ള ഈ 3 എരുമകൾ കാരണം ദയാറാമിന്റെ 2 ആൺമക്കളും ഭാര്യമാരും വീട്ടിലെത്തി.